ഹരിയാനയിലെ ഫലപ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഫലം പുറത്തുവിടുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ മന്ദഗതി ഉണ്ടെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറുകളിലായി തെരഞ്ഞെടുപ്പ് ഫലം വൈകിപ്പിക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുമുണ്ട് കോൺഗ്രസ്. നേരത്തെ കമ്മീഷനെതിരെ കോൺഗ്രസിൻ്റെ നേതാവായ ജയറാം രമേശും രംഗത്ത് വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന് സമാനമായി ഈ തെരഞ്ഞെടുപ്പിലും ഇലക്ഷൻ ഫലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിൽ കമ്മീഷൻ മന്ദഗതി പാലിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാന പരാതി. എന്നാൽ തോൽക്കാനുള്ള സാധ്യത മുന്നിൽ കാണുമ്പോൾ വോട്ടിംഗ് മെഷീനെയും ഇലക്ഷൻ കമ്മീഷനെയും കുറ്റം പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥിരം ശൈലിയാണെന്നാണ് BJPയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസ് കോൺഗ്രസിന് ബൂമറാങ്ങായി മാറിയെന്നും BJPയുടെ നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതേസമയം നിലവിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് വലിയ മുന്നേറ്റം. പോളിംഗ് ആരംഭിച്ചപ്പോൾ മുന്നിൽ നിന്ന കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് പിന്നീട് നേരിട്ടത്. വോട്ടെണ്ണൽ തുടങ്ങി 4 മണിക്കൂർ പിന്നിടുമ്പോൾ 90-ൽ 48 സീറ്റുകളുമായി BJP മുന്നിട്ട് നിൽക്കുകയാണ്. കോൺഗ്രസിന് നിലവിൽ 37 സീറ്റുകളാണുള്ളത്. സർക്കാർ രൂപീകരിക്കാൻ 46 സീറ്റുകളാണ് ആവശ്യം. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചെറുകക്ഷികളും 7ഓളം സീറ്റുകളിലായി ലീഡ് നിലനിർത്തുന്നുണ്ട്. സംസ്ഥാനത്ത് 10 വർഷമായി അധികാരത്തിൽ തുടരുന്ന BJPക്ക് ഭരണ തുടർച്ച പ്രവചിക്കുന്ന ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിലവിലെ ഫലം പുറത്തു വരുന്നത്. വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്ത് കോൺഗ്രസ് മുന്നിട്ട് നിന്നതിനെ തുടർന്ന് ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതെല്ലാം അവർ തന്നെ നിർത്തിവെക്കുകയായിരുന്നു. കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിൽ നിന്നും KC വേണുഗോപാൽ ഹരിയാനയിലേക്ക് തിരിച്ചിരുന്നു. വേണുഗോപാൽ യാത്ര തുടങ്ങുമ്പോൾ കോൺഗ്രസ് ഭരണം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു. എന്നാൽ വേണുഗോപാൽ ഹരിയാനയിൽ കാലുകുത്തുമ്പോൾ അവസ്ഥ ആകെ മാറി മറിഞ്ഞിരുന്നു. BJP വൻ കുതിപ്പ് നടത്തി 46 സീറ്റെന്ന മാന്ത്രിക സംഖ്യയ്ക്ക് അപ്പുറത്തേക്കെത്തിയിരുന്നു. അതോടെ ലഡു വിതരണം, പടക്കം പൊട്ടിക്കൽ മുതലായ ആഘോഷ പരിപാടികളും കോൺഗ്രസ്സുകാർ നിർത്തിവെച്ചു. ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ ആകെ കടുത്ത മൗനമാണ് കാണപ്പെടുന്നത്. അതോടെ വോട്ടിംഗ് യന്ത്രം, അതായത് EVM തിരിമറിയും മറ്റ് ആരോപണങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ കോൺഗ്രസിന് ഹരിയാനയിൽ പണി കൊടുത്തത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണെന്നാണ് പറയുന്നത്. സീറ്റ് നിഷേധിച്ചതോടെ ലോക്കൽ നേതാക്കളെല്ലാം വിമതരായി മത്സരിച്ചതാണ് പാർട്ടിക്ക് ഹരിയാനയിൽ വലിയ വിനയായി മാറിയതെന്നാണ് കണക്കുകൂട്ടൽ.